മദ്യലഹരിയിൽ കാറോടിച്ച് യാത്രക്കാരനെ ഇടിച്ചിട്ട സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വീഡിയോ വൈറലായിരുന്നു. സ്വബോധം പോലുമില്ലാതെ അവിടെ കൂടിയിരുന്നവരോട് മോശമായി പെരുമാറിയിരുന്നു അദ്ദേഹം. ചോരയിൽ കുളിച്ചു കിടന്ന മനുഷ്യനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നോക്കുമ്പോഴും ചീത്തവിളി തുടരുകയായിരുന്നു സിദ്ധാർത്ഥ്. തീരെ രക്ഷയില്ലാതെ വന്നപ്പോഴാണ് സിദ്ധാർത്ഥിനെ പിടിച്ചുകെട്ടിയതെന്ന് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു. ഇവിടെ നിയമമൊക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത്. ആളുകൾ എന്തിനാണ് നിയമം കയ്യിലെടുക്കുന്നത്? നടനായതുകൊണ്ടാണ് സിദ്ധാർത്ഥിനെ ആളുകൾ കൈകാര്യം ചെയ്തത്. അത് ശരിയായ കാര്യമല്ലെന്നായിരുന്നു ജിഷിൻ പറഞ്ഞത്. സിദ്ധാർത്ഥിനെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ ജിഷിനെതിരെ സൈബർ ആക്രമണം കടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിലൂടെയായി പ്രതികരണവുമായി വന്നിരിക്കുകയാണ് അമേയ. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഫോട്ടോയുടെ കമന്റിലും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയുമായാണ് അമേയ പ്രതികരിച്ചത്. പൊങ്കാല സമർപ്പിക്കാൻ വന്നവർ വരിക, ഇടുക, പോകുക. ആരും ആരെയും തല്ലാനും കൊല്ലാനും ഇടിക്കാനും ഇടിപ്പിക്കാനും പാടില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ആൾക്കൂട്ട ആക്രമണത്തിനെതിരെയാണ് പ്രതികരിച്ചത്. തെറ്റ് ചെയ്തവനെ ന്യായീകരിച്ചിട്ടില്ല എന്നായിരുന്നു കുറിപ്പ്. അയാളുടെ കുടുംബം പട്ടിണിയായി. അന്ന് നാട്ടുകാർ ചെയ്തതിനോട് ബഹുമാനം തോന്നുന്നു. അമ്മയെ ആ ഫാമിലിയെ ഏറ്റെടുക്കൂ. അവൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് നാട്ടുകാര് പഞ്ഞിക്കിട്ടത്. അതിലൊരു തെറ്റുമില്ല. അവൻ സെലിബ്രിറ്റി ആയോണ്ട് പിടിച്ചുവെച്ച പോലെയാണ് നിങ്ങളുടെ വാദമെങ്കിൽ 5 പൈസയുടെ ബുദ്ധി നിങ്ങൾക്കും കെട്ടിയോനും ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. സെലിബ്രിറ്റി ആയോണ്ട് തോന്നിവാസം കാണിച്ചിട്ട് ഊരിപ്പോകുമെന്ന് അറിയുന്ന നാട്ടുകാര് തന്നെയാണ് അവന്റെ കഴുത്തിൽ മുറുക്കിയെങ്കിൽ കണക്കായി പോയി. പാവപ്പെട്ട ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ അയാൾക്ക് വേണ്ടി അന്ന് പ്രതികരിച്ചു. അവനെ പിടിച്ചുകെട്ടാൻ ആ നാട്ടുകാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ കൂടെയുള്ളവരുടെ അവസ്ഥ നിങ്ങൾക്ക് വരണം. അമ്മയ്ക്ക് അപ്പോൾ മനസ്സിലാവും. അതുവരെ സഹപ്രവർത്തകനെ ന്യായീകരിക്കൂ. കഷ്ടമെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത്. അന്നു നാട്ടുകാർ അവനെ തല്ലിയ എഡിറ്റഡ് വീഡിയോ എടുത്തിട്ടല്ലേ അവനെ ന്യായീകരിച്ചു വന്നത്. അവനെ ഉപദ്രവിക്കാനുള്ള കാരണം അന്വേഷിച്ചായിരുന്നു. അവൻ അവരെ കാലുമടക്കി ചവിട്ടുന്ന വീഡിയോ കണ്ടായിരുന്നു. ആരെയും പൊങ്കാലയിടാൻ ഒന്നും വന്നതല്ല. പോയപ്പോൾ ആ പാവത്തിന്റെ കുടുംബത്തിന് പോയി. ആൾക്കൂട്ട ആക്രമണം എന്ന്. അപ്പോൾ ആൾക്കൂട്ടത്തെ ആക്രമിച്ച അവനെ നോക്കിക്കൊണ്ട് നിൽക്കണമായിരുന്നു. അവൻ അവരെ ചവിട്ടുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ സാധാരണക്കാരും മനുഷ്യർ തന്നെയാണ്. ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ചാൽ നാട്ടുകാർ കയറി പൊങ്കാലയിടും. ന്യായീകരിച്ചു വന്നാൽ അതിനും ഉത്തരം തരും. നല്ല ന്യായീകരണം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെയോ നിങ്ങളുടെ അനിയനെയോ നിങ്ങളുടെ ചേട്ടനെയോ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയെങ്കിലുമായിരുന്നു ആ വണ്ടിയിടിച്ച് മരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നോ എന്നായിരുന്നു വേറെ ചിലരുടെ ചോദ്യം.